ഇന്നത്തെ ദിവസം ഇന്ന് തിങ്കളാഴ്ചയാണ്. അമിൻഷയുടെ ലാസ്റ്റ് ദിവസമാണ് ഇൻ കോളേജ്. ഒന്നുകൂടെ കാണിക്കാം മിൻഷ. ഇതാണ് മിൻഷ. നേരത്തെ ഞാൻ ഓഡിയോ റൂമിൽ വെച്ച് ഷാഹിദ് കപൂർ എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ, മോഡൽ ഷാഹിദ് കപൂർ. അപ്പം ഷാഹിദ് കപൂറിനല്ല, കോമഡി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കോമ്പൻസേഷൻ ശനിയാഴ്ച തീർന്നായിരുന്നു. പക്ഷെ പൊട്ടം മറന്നുപോയി, അവൻ എണ്ണി തെറ്റിപ്പോയി. എണ്ണിയിരുന്ന അമിൻഷയ്ക്ക് എണ്ണം തെറ്റി ഗൈസ്. അപ്പം ബോയ്സ് അപ്പം അമിൻഷയുടെ ഇത് എന്തായിരുന്നു, യാത്രയയപ്പ് ചടങ്ങാണ്. അപ്പുറത്തെ തലമൂത്ത സൽമാൻ ഉണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം. എന്താ പറയൂ ആൽബിക്ക്, എന്താണ് കോളേജിന്റെ ഇപ്പോഴത്തെ കറണ്ട് ചെയർമാൻ, ഏറ്റവും ഉയരം കൂടിയ മനുഷ്യൻ എന്ന നിലയിൽ ആൽബി സജി ഫ്രം എവിടെ, കൊല്ലം, ആൽബി അജിക്ക് എന്താണ് പറയാനുള്ള അമിൻഷയെ കുറിച്ച് പറയൂ. അമീഷ് ചേട്ടൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് കുറെ നാൾക്ക് ശേഷം. അപ്പം ഇനി എന്തായാലും ജോലി ചെയ്ത് കുറെ കാശ് ഉണ്ടാക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. കാശുകാരൻ എന്താ കാശ് നമുക്ക് കഴിച്ചു തരട്ടെ. അതെ, മാസം ചെലവ് ചെയ്യട്ടെ. മാസം നിന്നെ തെറ്റിപ്പോട്ടാണ്. ഓക്കെ, ഇനി 200 രൂപ. ഇനി അമിൻഷയുടെ പൊന്നോമിന പുത്രനായ നമുക്ക് സാംസൺ കുട്ടനിലേക്ക് പോകാം. അതായത് നമ്മുടെ മർത്തോമയുടെ മസിൽമാനായിരുന്ന നമ്മുടെ ഇവന്റെ ലാസ്റ്റ് ഒരു ഇവന്റെ പ്രസംഗം പറയാൻ കാണാം. നീ പ്രിപ്പയർ ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കോളേജിലെ കിടിലൻ കോഴിയായ രാധകളുടെ കൃഷ്ണനായ എന്താ ബാക്കി എല്ലാ യുവതികളുടെയും ഉറക്കം കെടുത്തുന്ന, അവരുടെ നോക്കി ഗർഭം ഉണ്ടാക്കുമെന്ന് അവർ തന്നെ പേടിക്കുന്ന, അവരുടെ പേടി സ്വപ്നവും അതുപോലെ തന്നെ അവരുടെ രോമാഞ്ചവുമായ അമൽ കൃഷ്ണ. കൈയടിക്കട. ഹലോ ഗൈസ്, അപ്പൊ അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം അമീഷ ചേട്ടൻ ഇവിടെ നിന്ന് പോവുകയാണ്. ഇവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ നമ്മള് എന്താ വിളിയും. ഓക്കെ, നമ്മളാ വൈകിട്ടത്തെ വർക്കൗട്ടും ഉരുണ്ട മസിലും ഒക്കെ നമ്മൾ മിസ് ഔട്ട് ചെയ്യും. ഓക്കെ, അതെല്ലാം മിസ് ചെയ്യും. സോ ഹാപ്പി ജേർണി, ബൈ ബൈ. ഓക്കെ, ഇനി വളരെ പ്രത്യേകമായൊരു നമ്മുടെ അത് ലാസ്റ്റിലോട്ട് പറഞ്ഞ ഇനി നമ്മുടെ പറയാനുള്ളത് മിനി മിൽഷിൽ ഫ എന്നറിയപ്പെടുന്ന ഫയാസും അതിന്റെ കൂടെ കൊണ്ടോട്ടി കുണ്ടൻ എന്ന പേരിൽ ഫക്രു, അതായത് ജൂനിയറായ കൃഷ്ണൻകുട്ടീനെ കുണ്ടനാകാൻ അര ലിറ്റർ പാരച്യൂട്ടിന്റെ എണ്ണ ഏത് കടയിൽ നിന്ന് വാങ്ങിക്കാന്ന് വരെ പറഞ്ഞ ഫയാസിനെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇതാണ് ഫയാസ് കേസിക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, പാവം കുറെ ഫാൻസ് വിഷമിച്ചു പോകുന്ന ഒരു നിമിഷമാണ്. എന്ത് പറയാൻ അല്ലേ, 2-3 ബാച്ച് മൊത്തത്തിൽ തകർന്നു പോകുന്ന ഒരു സമയമാണ്. ഇനി അവരെങ്ങനെ റിക്കവർ ആവുന്നതാണ്. അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ സാലറി ഒക്കെ കിട്ടുമ്പോ മറ്റേ എന്താ കുറവില്ലാത്ത എന്തേലൊക്കെ ആയിട്ട് അയച്ചു തരിക. ഇനി നമ്മൾ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൊമെന്റ് ആണ്. അമിൻഷ വന്നപ്പം മുതൽ അമിൻഷയുടെ കൂടെ ഉണ്ടും ഉടുത്തും കിടന്നും, അതായത് അപ്പുറത്തും ഇപ്പുറത്തും കിടന്നും അമിൻഷയുടെ കൂടെ നീണ്ട 5 വർഷക്കാലം ഇവർ ഒരുമിച്ചായിരുന്നു, ഒരു മുറിയിലായിരുന്നു. അവന്റെ അലാം അടിക്കുമ്പോൾ സൽമാൻ അലാറം അടിക്കുമ്പോൾ ആദ്യം എഴുന്നേറ്റ് ഓഫ് ആക്കുന്ന അമിൻഷയായിരുന്നു. അതായിരുന്നു അവരുടെ ആത്മബന്ധം. അങ്ങനെ സൽമാൻ എന്താ അങ്ങനെ പലതും ഉണ്ട്. ഇടയ്ക്ക് ചെറിയ കോമ്പറ്റീഷൻ കഥകളുണ്ട്. അത് ഇവിടെ വെളിപ്പെടുത്താൻ പറ്റാത്തതാണ്. അപ്പം അങ്ങനെ നമുക്ക് ഏറ്റവും പ്രായമേറിയതും പക്വതയേറുന്നതുമായെന്ന് പറയപ്പെടുന്ന, പക്ഷെ പ്രായമേറിയത് ആയ നമ്മുടെ എക്സ് ചെയർമാൻ സൽമാൻ അവരുടെ സ്വാഗതം ചെയ്യാം. ഓക്കെ, പറയൂ സൽമാൻ. അമിൻഷ പോകുന്നൊരു ശോകമൂകനാണ്. 4 വർഷത്തുള്ള ഒരുമിച്ചുള്ള ജീവിതം, ഒരേ റൂമിലുള്ള ജീവിതം, എന്താ പറയാ,
നല്ല നല്ല രസമായിരുന്നു. പിന്നെ അമിത്ഷാ എൻ്റെ അലാറവും അമിത്ഷായുടെ തെറിയും ഞാൻ മിസ്സാവും. പിന്നെന്താ അവൻ്റെ അമിത്ഷായുടെ എന്താ പറയാ മിനി മിലിഷ്യയിലെ അമിത്ഷായെ മിസ്സാക്കും. പിന്നെ ഒരു കാര്യമില്ലേലും ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒരു കാര്യമില്ലേലും മോട്ടിവേറ്റ് ചെയ്ത് വരുന്ന അമിത്ഷായെ ഞാൻ മിസ്സാവും. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. അവൻ ശോകമൂക അവസ്ഥയിലിരിക്കുന്നതുകൊണ്ടാണ് ഇതിൽ പറയുന്നത്. ആൾ നേരെ ഒരു മൈക്ക് കിട്ടിയാൽ മൈക്ക് തിന്ന് മിച്ചം തുപ്പിയിടുന്നവനാണ്. അതുകൊണ്ട് നമുക്ക് ഇനി അമിൻഷേനെ കണ്ട് അമിൻഷയിൽ നിന്ന് ഇൻസ്പയറായി ഇവിടെ ഏറ്റവും ചെറുതായിട്ടുള്ള ഒരുത്തനുണ്ട്. അവനെ നമുക്ക് കാണിക്കാം. ടെലിസ്കോപ്പ് വാ തുറന്ന അവരെ അത് മാത്രം പറയുന്നത്. ഇവന്റെ പോർഷൻ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തായിരിക്കും. ഫോണിന് സ്റ്റോറേജ് ഇല്ല. 5 മിനിറ്റ് സാധനം കാണുള്ളൂ, പക്ഷെ 1/2 മണിക്കൂർ എടുക്കും. ഓക്കെ പറ. എനിക്ക് പറയാനുള്ളത് പ്രത്യേകം പറയാനില്ല. അവൻ എത്രേ ഉള്ളൂ. എനിക്ക് ഞാനിപ്പോ കിടക്കുന്ന അമിൻ ചേട്ടന്റെ കട്ടിലാണ്. പിന്നെ അതുകൊണ്ട് അമിൻ ചേട്ടന്റെ ഓർമ്മകൾ ആയിവറക്കും. അപ്പൊ ശരി ബൈ. അല്ല പിന്നെ ബാക്കി അവന്റെ എന്താണ് നിനക്ക് ഇഷ്ടം? അമിൻ ചേട്ടന്റെ ആ ഒരു എന്താ നോൺ സൈലന്റ് ആണ് എനിക്ക് ഇഷ്ടം. നോൺ സൈലന്റ് സിഗ്മ. യെസ്. പിന്നെ അത്രേ ഉള്ളു. ഇതാണ്. അപ്പം ലാസ്റ്റ് എബിയും കൂടെ പറഞ്ഞ് അവനെ നിർത്തുകയാണ്. പോട്ടെ. ഇനിയാണ് ഏറ്റവും വലിയ പ്രസംഗം. 1ാം ക്ലാസ് മുതൽ സ്റ്റേജുകളിൽ കയറി നിരങ്ങി 1ാം ക്ലാസ് മുതൽ സ്റ്റേജുകളിൽ മൈക്ക് തിന്ന് നിരങ്ങി നടന്ന് സ്റ്റേജിൽ മുള്ളി അപ്പിയിട്ട് അത്രയും പരിചയമുള്ള ഇവിടെ വോട്ട് ഓഫ് താങ്ക്സ് അടുത്ത സാറ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. ഇത്രയും പരിചയമുള്ളതും ക്യൂട്ട്നെസ് തുളുമ്പുന്നതും പെമ്പിള്ളേരുടെ വികാരവും വിചാരവും ചിന്തയും അവരുടെ വേറൊരു പേടി സ്വപ്നമാണ് അമീബനെ പോലെ. അത് വേറെ സാധനം. ബ്രെയിൻ ഈറ്റിംഗ് അമീബയാണ് തെണ്ടി. അപ്പൊ ആ സാംസണെ നമ്മൾ കാണിക്കാൻ പോവാണ്. സാംസൺ ഇനി ഒരു 5 മിനിറ്റ് എല്ലാവരും നിശബ്ദമായിട്ടിരുന്ന് കേൾക്കേണ്ടതാണ്. അവൻ എന്താ പറയാനുള്ളതാണ്. അമിൻഷി ഇപ്പം പുളകി തന്നെ. ഓക്കെ. അങ്ങനെ ഒരുപാടൊന്നും പറയാനില്ല. നമ്മുടെ മസിൽമാനായ നമ്മുടെ അമിൻ ചേട്ടൻ നമ്മളെ വിട്ട് ഉയരങ്ങളിലേക്ക് യാത്രയാവുകയാണ്. അപ്പോൾ നമ്മുടെ അമിൻ ചേട്ടൻ ഇത്രകാലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ അക്കാഡമിക്കിലെ ആയാലും ഹോസ്റ്റലിലായാലും എല്ലാവിധ ഹോസ്റ്റലിലായാലും തന്റെ കർമ്മം ഭംഗിയായി നിർവഹിച്ചുകൊണ്ടാണ് ആ മഹത് വ്യക്തിത്വം ഇവിടെ നിന്ന് പടിയിറങ്ങുന്നത്. കർമ്മ അത് എല്ലാവർക്കും ഭൂമിയിൽ ഓരോ കർമ്മം. ഇവന്റെ കർമ്മം എന്താണെന്ന് ചോദിക്കുന്നില്ല, അതുകൊണ്ട് വിട്ടേക്കാം. അതുപോലെ അത് എബിയുടെ ഡയലോഗാ. പിന്നെ ഇനി അടുത്ത അതുപോലെ ചേട്ടൻ ഇനി മുമ്പോട്ട് എവിടെ പോയാലും ചേട്ടൻ ഇതേപോലെ ലേഡീസ് ഫാൻസിനെ കിട്ടട്ടെ. ഇപ്പൊ ഉള്ള പോലെ ലേഡീസ് ഫാൻസിനെ കിട്ടട്ടെ. ഇവിടെ ഉള്ള ലേഡീസ് ഫാൻസിനൊക്കെ ഇവിടെ ഉള്ളവരെ കൊണ്ട് സത്യവൃത്തിപ്പെടാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ. ഇനി
ചേട്ടൻ ഭാവിയിൽ ചേട്ടൻ വലിയ വലിയ ഉന്നതങ്ങളിലെത്തി വലിയ വലിയ മോഡലിംഗ് കരിയറാണ് അദ്ദേഹത്തിന് ഇഷ്ടമെങ്കിൽ അദ്ദേഹം അതുവഴി പോകട്ടെ. ഏത് കരിയറിലാണെങ്കിലും ഉന്നതമായ ശമ്പളം കരസ്ഥമാക്കട്ടെ. അതിലൊരു വിഹിതം നമുക്ക് എല്ലാവർക്കും തരട്ടെ. ഞങ്ങൾക്കും അനുഭവിക്കാൻ സാധിക്കട്ടെ. പിന്നെ ഇടയ്ക്കൊക്കെ അതെ ഈ വീഡിയോ ഫ്യൂച്ചറിൽ കാണുന്നുണ്ടെങ്കിൽ അമിൻ ചേട്ടൻ കല്യാണത്തിന് ഞങ്ങൾക്ക് റിസോർട്ട് എടുത്തിരുന്നതാണ്. ഇനി അമല സ്പോൺസർ ചെയ്യുന്ന ഒരു സാധനം ನಗುವ ಕ್ಷಣಗಳು ಹೆಚ್ಚಾಗಿರಲಿ. ಯಾಕೆಂದ್ರ ಬೇಸರ ಮಾಡಿಕೊಳ್ಳುವುದರಿಂದ ಈ ಜಗತ್ತಿನಲ್ಲಿ ಏನು ಬದಲಾಗಲ್ಲ, ನಷ್ಟ ಏನಿದೆ. ഇതിന്റെ കാലത്ത് കല്ലിന്റെ കുണ്ടിയായിരിക്കും വരുന്നത്. ഇനി അമിത്ഷായെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ കാലൊടിഞ്ഞു പോയപ്പോ വന്നവനാണ് തെണ്ടി. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അമിത്ഷാ പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അന്ന് കണ്ട അമിത്ഷാ അല്ല ഈ അമിത്ഷാ. അമിത്ഷായുടെ പഴയ ഫോട്ടോ ഞാൻ ഇതിന്റെ കൂടെ വെട്ടിച്ചേർത്ത് വെക്കാൻ. ഗ്ലോ അപ്പ് എന്ന് പറഞ്ഞ ഇതുപോലൊരു ഗ്ലോ അപ്പ് മാർത്തോമയുടെ ചരിത്രത്തിലല്ലേ. ഈ കൈ പോലെയായിരുന്നു ഇവന്റെ കാല് ഗത പോലെയാണ്. അങ്ങനെ വലിയ വലിയ മാറ്റങ്ങളാണ്. അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എക്സാമിന് പഠിക്കുന്ന അമിത്ഷേന് എപ്പോഴും, അതെ എക്സാമിന് എപ്പോഴും പഠിക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും പഠിക്കാൻ ത്വരയുള്ള അമിത്ഷയായിരുന്നു. എപ്പോഴും പഠിപ്പിയായിരുന്നു അവൻ. പിന്നെ പഠിപ്പിക്കാത്ത ഐഡിയ ഉണ്ടാവും. പക്ഷേ അമിത്ഷയുടെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ, അവൻ ലുക്ക് ഉണ്ടെങ്കിലും അവൻ ഇടയ്ക്ക് ചിലപ്പം വാ തുറന്നു കഴിഞ്ഞാൽ അത് പോവായിരുന്നു. പക്ഷെ ഈ ഒരു കാലയളവിൽ കൊണ്ട് ഒരു 5th സെമ്മിന് ശേഷം അവന്റെ ഓറയെല്ലാം തിരിച്ചു പിടിച്ചു. ഇപ്പൊ അമിത്ഷാ എന്നൊരു സ്റ്റേജിൽ ഒരു ഏതൊരു കണ്ണുകൊട്ടം പറഞ്ഞാലും ഗേൾസിന്റെ കയ്യടിയുടെ മേളമാണ്. ഗേൾസിന്റെ ബഹളമാണ്. അതുപോലെ വേറൊരു കാര്യം ഞാൻ ചില സ്റ്റാഫുകൾ വരെ ഓർക്കണം, ഹൈലൈറ്റ്, ചില സ്റ്റാഫുകൾ വരെ അമിത്ഷയുടെ വായി നോക്കിയിരിക്കുന്നു, അമിത്ഷയുടെ ഡയറ്റ് പ്ലാൻ ചോദിക്കുന്നു, അമിത്ഷയുടെ വർക്ക്ഔട്ട് പ്ലാൻ ചോദിക്കുന്നു, ട്രാൻസ്ഫോർമേഷൻ കണ്ടു. അത് രഹസ്യമാണ്. ഇത് ആ ഡയറ്റ് പ്ലാൻ ആ പറഞ്ഞ സ്റ്റാഫിന്റെ പേര് ഞാൻ അമിത്ഷയുടെ കല്യാണത്തിന് അന്ന് ബോർഡിൽ പ്രൊജക്ട് ചെയ്ത് ഞാൻ കാണിക്കുന്നത്. കുത്തിപ്പൊക്കലുകൾ, അങ്ങനെ പല പല കുത്തിപ്പൊക്കലുകളുണ്ട്. പിന്നെ ഈ കാണുന്നതിന്റെ കുറച്ച് തീയും ഒരു പടക്കം കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ അല്ലാതാകും. അത് വലിയൊരു എല്ലാവർക്കും കണ്ടാൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നാണ്. പിന്നെ എന്താണ് പറയാ, പിന്നെ ഇത്രയും മസിലുണ്ടെങ്കിലും അവന്റെ മനസ്സ് ഭയങ്കര വലുതാണ്. മസിൽ പോലെ മനസ്സും വലുതാണ്. അതാണ്. താങ്ക്സ് യു. പിന്നെ ഇത്രയും കൊണ്ട് മതിയായി. അങ്ങനെ മോഡലിംഗ് കരിയറിൽ എവിടെയൊക്കെ എത്തി നിൽക്കുമ്പോൾ ഒരു ആദ്യത്തെ സിനിമ നടൻ എന്ന ഒരു ASLP, അതാണ് ഞങ്ങൾ കാണുന്ന അമിത്ഷയുടെ. വലിയൊരു നല്ല ഒരു മനുഷ്യനായിട്ട് അമിത്ഷായുടെ എന്തൊക്കെ പറഞ്ഞാലും സ്നേഹമുള്ളവനാണ്, കരുതലുള്ളവനാണ്. ചുമ്മാ പറഞ്ഞാണ് തള്ളാൻ വേണ്ടി. പിന്നെ പിന്നെ അവൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന വലിയൊരു പുള്ളിയാണ്. ഞാൻ കാലൊടിഞ്ഞ് വന്നപ്പോൾ എന്നെ പഠിപ്പിച്ച എൻ്റെ ബോയ്സിൽ പ്രധാനിയാണ് അമിത്ഷാ. പിന്നെന്താ ഇത്രയൊക്കെ ഉള്ളു. ബാക്കി എല്ലാ മാർത്തോമയിലെ എല്ലാ പെൺപിള്ളേരും വാങ്ങി നോക്കിയ ഒറ്റ കോമണാണ് ഇവനാണ്. ഓക്കെ, അമിത്ഷാനെ കാണാൻ വേണ്ടി മാത്രം ലിപ്സ്റ്റിക് ഇട്ട് വരുന്ന പെൺപിള്ളേരുണ്ടായിരുന്നു, സീനിയേഴ്സ് ഉണ്ടായിരുന്നു കോളേജിൽ. അതാണ് സീനിയേഴ്സ് ഉണ്ടായിരുന്നു, MSCs ഉണ്ടായിരുന്നു.
ആ ഒരു കാലം ഉണ്ടായിരുന്നു. സിഗ്മ എന്നാണ് പേരെങ്കിലും അമിൻഷയും ഉള്ളിൽ ഒരു കോഴിയായിരുന്നു. അമിൻഷ ക്ലാസ്സിൽ നോക്കിയ കുറച്ച് പെൺകുട്ടികളുടെ പേര് ഞാൻ പറയുകയാണെങ്കിൽ, ഒന്ന് അങ്ങനെ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ ഫോണിൽ നോക്കി എല്ലാരും ഒരുപോലല്ല, ഒരു കുട്ടി മാത്രം കുറച്ച് വ്യത്യാസമുണ്ടെന്ന് പറയുന്നൊരു കുട്ടിയുണ്ട്. പേര് ഞാൻ പറയണോ? വേണ്ട, പലരും പറയില്ല. ഇത് പറഞ്ഞിട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് പിന്നെ ഇതെല്ലാം നമുക്ക് അമിൻഷയുടെ ഇതിനകത്ത്. പിന്നെ ഞാനിപ്പോഴും ഓർക്കുന്നു മറ്റേ ഹാപ്പി ന്യൂ ഇയറിനകത്ത് അഭിഷേക് ബച്ചൻ ഛർദ്ദിച്ചിട്ട് വരുന്ന പോലെ, മണാലിയിൽ ഛർദ്ദിച്ചിട്ട് നല്ല പാകിസ്ഥാനിനെ പോലെ വരുന്ന അമിൻഷേനെ ആ വീഡിയോ ഫോട്ടോ ഉണ്ടല്ലോ, കാണിച്ചു. അത് സൈഡിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ അമിൻഷയുടെ വലിയ കുറെ കാര്യങ്ങളുണ്ട്. ഇനി ഇന്ന ഫോൺ എന്തായാലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ഉത്തരവാദി ഇത്തിരിയാണ്. ഫോണ് ഇവനെ പോയി കേട്ടില്ല. കല്യാണത്തിന് കാണാം. ഇനി നമുക്ക് അമിൻഷയിലേക്ക് പോവാം. അമിൻഷയ്ക്ക് എന്താണ് അമിൻഷ പറയാനുള്ളത്? വളരെ നല്ല ഓർമ്മകൾ തന്നൊരു സ്ഥലമാണ്. നല്ല എൻജോയ്മെന്റ് ആയിരുന്നു ഇവിടെ. നിങ്ങളെല്ലാരും ഇവിടെ ഇറങ്ങി പോകുന്ന പറഞ്ഞ പട്ടി. പിന്നെ എനിക്ക് നല്ല ഉയരങ്ങളിൽ പറക്കണമെങ്കിൽ ഇവിടെ ഇറങ്ങണം തോന്നുന്നുണ്ട്. പിടിച്ച് കാല് കെട്ടിട്ടേക്കാ. പിന്നെ എന്താ ഇപ്പൊ ഓരോരുത്തരെ കുറിച്ച് പറയുവാണെങ്കിൽ അതിനുള്ള സ്റ്റോറേജ് അതിനുള്ള സ്റ്റോറേജ് അല്ല, എല്ലാത്തിന്റെ അവരാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ശരി എന്നാ.